ഹലോ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കപ്പവട. ചില സ്ഥലത്ത് ചീനി എന്ന് പറയും, കപ്പ എന്ന് പറയും. അതുകൊണ്ട് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അന്നേരം വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മുമ്പത്തെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരനെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ കപ്പയാണ്. കപ്പയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത ചീനി, വലിയൊരു സവാള, 2 ഇതള് കരിയാപ്പില, കുറച്ച് മല്ലിയില. മല്ലിയില കാണാമല്ലോ നിങ്ങൾക്ക്, അത്രയും മല്ലിയില. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ 1/2 ഗ്ലാസ് മൈദ. മൈദ 1 ഗ്ലാസ് വരെ ആകാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1/2 ഗ്ലാസ്സാണ്. ഇനി നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയും എണ്ണയും. ഇത്രയും കൂട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ പാത്രത്തിലോട്ട് ഇടുക. അതിനുശേഷം 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിന് വീഡിയോയ്ക്കൊരു വെട്ടക്കുറവുണ്ട്, കറണ്ടും ഇല്ല. ചീനി പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി. കുറച്ച് നേരം നോക്കി, പക്ഷെ കറണ്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് വെട്ടക്കുറവ്. അന്നേരം ഇത് നല്ല വൃത്തിക്ക് ഉടച്ചെടുക്കണം. നമ്മളിപ്പം പിന്നെ മിക്സ് ചെയ്തെടുക്കുമല്ല, ഉടച്ച് നല്ല കൈ കൊണ്ട് നല്ല ഇതായിട്ട് ഇന്ന് ഉടച്ചെടുക്കുക. ആണ് ഇതുപോലെ നല്ല വൃത്തിക്ക് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിനായി കിട്ടും. അന്നേരം ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുത്താൽ മതി. മാവ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി വെക്കുക. ഇത് ഇച്ചിരി വലിയ ബോളാണ്. ഈ ലൈറ്റ് ഓഫ് ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യുവാണ്. ഇച്ചിരിയുടെ ചെറിയ ബോളാക്കണം, അന്നേരം ടേസ്റ്റ് കൂടുതൽ കാണും. ഇത് ഇച്ചിരി വലിയ ബോളാണ്. ഇതിനെക്കാട്ടി ചെറിയ ബോളാക്കി നമ്മൾ ബോൾ പോലാക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അന്നേരം ഇതേപോലെ തിരിച്ചും മറിച്ചും ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ ചുമന്ന് വരുമ്പോൾ നമുക്കിപ്പോൾ പാകമായിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.